ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അയച്ചു വിടരുത് കേട്ടോ. അയ്യോ ഒരുപാട് പേര് ഏട്ടന്റെ കൂടെ കളിക്കുന്നവരെന്നെ എന്നോട് പറയാറുണ്ട്. ഒരാളുടെ കൂടെ കളിച്ചിട്ട് അടുത്ത ആളുടെ കൂടെ കളിക്കുമ്പോ ഇയാൾ എന്റെ അടുത്ത് വന്ന് പറയും അത് ശരിയല്ല കേട്ടോ, എന്റെ കൂടെ കളിക്കുന്ന പോലെയല്ല, അയാളുടെ കൂടെ കളിക്കുമ്പോൾ നീ ഒന്ന് സൂക്ഷിക്കണം. നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു? ഞാൻ ജർമ്മൻ ഷെപ്പേർഡാന്ന് കരുതിയാ മുട്ടിയത്, പക്ഷെ നാട്ടിലെ അൽസേഷനാണ് പിന്നെ മനസ്സിലായി. പഠിക്കാൻ ഭയങ്കര ഒന്നും പഠിക്കണ്ടായിരുന്നില്ല. 5ാം ക്ലാസ്സിലൊക്കെ തോറ്റാണ്. 5ാം ക്ലാസ്സിൽ ഒരു കൊല്ലം നീ ചൊല്ലവേ ഇല്ലേ ഒരു കുടുംബ പ്രശ്നമാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണല്ലോ അറിഞ്ഞു. തോറ്റോ? അന്നേ ഞാൻ പറഞ്ഞതാ. അന്ന് ഞാൻ ഞാൻ 1000 പ്രാവശ്യം പുറത്തു പോകുമ്പോ ഞാൻ വായ നോക്കും, ചക്കം പൊളിയലടാ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ സാധനം. അതൊക്കെ എന്നോട് ബ്രദർ സിസ്റ്റർ എന്നുള്ള ഒരു സാധനമാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വർക്ക്ഔട്ട് ആയ ഒരു സിസ്റ്റർ എന്ന് പറയണ്ട. ഒരു അച്ഛൻ മോള്. നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്ക് കൂടിയാ പ്രജിനെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഞാൻ പല്ലേക്കുന്ന ബ്രഷ് എടുത്ത് കക്കൂസ് കഴുകും. നീ റീൽസിലൊക്കെ കാണാറില്ലേ, ഫുഡില് പോയിസൺ കലക്കി കൊടുക്കുന്നു, അതുപോലൊക്കെ ചെയ്യുള്ളൂ, അടി കൂടില്ല. പക്ഷെ 5 പൊട്ടി കയറി ഞാൻ അറിയില്ല. സീരിയലിൽ പോയിട്ട് ഒരു കൃഷ്ണൻ ചെയ്തല്ലോ. സാന്ത്വനം 2 സന്തോഷമായിരുന്നു. അത് ഭയങ്കര അടിപൊളി. ആ എപ്പിസോഡ് നല്ല റീച്ച്. നേരത്തെ കല്യാണം കഴിച്ചാൽ റിഗ്രറ്റ് ചെയ്യുന്നില്ലല്ലോ? ഇല്ല, അതൊരു കണക്കിന് നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും 2 ട്രോഫി ഉള്ള ഏതെങ്കിലും അങ്ങനെയൊക്കെ തലയിലായനെ. ഞാൻ ഇപ്പൊ കല്യാണം കഴിയുകയാണെങ്കിൽ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു ദി ഷോ. ഇറ്റ്സ് മീ കാജൽ റിഷാദ്. ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡാൻസർ ആണ്. ഞാൻ ഈ വ്യക്തിനെ പറ്റിയിട്ട് ഒരുപാട് ഇൻട്രോ ഒന്നും തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ ആളുടെ വീഡിയോസ് എന്താണെങ്കിലും നിങ്ങളുടെ കയ്യിൽ വന്നു പോയിട്ടുണ്ടാവും. ആൻഡ് ഇറ്റ്സ് പ്രജിൻ പ്രതാപ് ആൻഡ് ആളുടെ വൈഫ് ആര്യ. വെൽക്കം ടു ദി ഷോ. നിങ്ങൾക്ക് കുറെ പേരൊക്കെ ഉണ്ട്, കൃഷ്ണൻ, റോമിയോ. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ച്, കൃഷ്ണന്റെ ഒക്കെ ഇതൊക്കെ പ്രതീക്ഷിച്ച് വന്നപ്പോ ഞാൻ ഇവിടെ കണ്ട ഒരു രൂപമാണ് ശിവന്റെ. ഞങ്ങൾ ഒന്ന് എടുത്തോണ്ട് പോകും കേട്ടോ, മറ്റേ ഫോട്ടോ എടുത്തോണ്ട് പോവേ. ഞാൻ കൃഷ്ണന്റെ ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇരിക്കുന്നു. ഞാൻ നെട്ടിത്തെരിച്ചു പോയൊരു കാര്യമാണ്. രസമുണ്ട്. പക്ഷെ അതൊരു പെയിന്റിങ് ആക്ച്വലി ഒരാള് പ്രജന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കുറെ ദിവസം എടുത്ത് വർക്ക് ചെയ്ത് കൊടുത്തതാ. ലാസ്റ്റ് ബർത്ത്ഡേ ഫ്രണ്ടിന്റെ കസിൻ. ഓക്കെ, നൈസ് വർക്ക്. ഓക്കെ, അപ്പം ഞാനിപ്പം എന്താണെങ്കിലും വെരി ഫസ്റ്റ് ചോദ്യം ലേഡീസ് ഫസ്റ്റ് എന്നാണ് ആര്യനോട് ചോദിക്കാണ്. വളരെ ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. 100 വട്ടം 100 പേര് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്നാലും ഞാൻ ചോദിക്കും. പോസസീവ്നെസ് ഇല്ലേ ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നുണ്ട്? ഇത് എന്താ പറയാ, ഉത്തരം പറഞ്ഞ ഞാൻ മടുത്ത കാര്യമാണ്. പോസസീവ്നെസ് ഉണ്ട്, ഇല്ലാന്ന് പറഞ്ഞ കളത്തിലായി പോകും. പക്ഷെ അക്സെപ്റ്റൻസ് അതാണ് പ്രൊഫഷണല്ലേ. ഇപ്പൊ നമ്മുടെ പോസിറ്റീവ്നെസ് കൊണ്ട് വേറൊരാളെ കരിയറിനെ ഇല്ലാതാക്കുന്ന എന്തിനാ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കാണിക്കേണ്ടപ്പോ കാണിക്കും, കാണിക്കാതിരിക്കുന്നില്ല. പക്ഷെ എന്ന് കരുതി അത് ആൾക്ക് നന്നായിട്ട് അറിയാം ഹാൻഡിൽ ചെയ്യാൻ. അതായത് ഞാൻ പോസിറ്റീവ്നെസ് കാണിച്ചാലും എന്നെ എങ്ങനെ കംഫർട്ട് ചെയ്യണം എന്ന് അറിയുന്നോണ്ട് ഞാൻ അതിൽ ഓക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അത് ഭയങ്കര കേട്ടോ. ഇതിനെവിടുന്ന് കിട്ടി? എനിക്ക് തോന്നുന്നു 90% ആണുങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വൈഫിന്റെ ഒരു ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. കാണുമ്പോഴേ ഉള്ളൂ. റിയൽ ലൈഫിലേക്ക് വരുമ്പോ ഞാൻ ഭയങ്കര ഇല്ല, പക്ഷെ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്ന ടൈപ്പ് അല്ലല്ല. ഇപ്പം ഞാൻ ഇപ്പൊ ഗേൾസിന്റെ കൂടെ വീഡിയോ സമയം ഞാൻ റിയാലിറ്റി ഷോ ചെയ്യുന്ന സമയത്ത് പേരൊക്കെ ആയിട്ട് കുറെ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ എന്താണോ പറയുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ റീ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. 11 വർഷം. 11 years of successful. ഇപ്പൊ യൂഷ്വലി ഇപ്പം അറിയാം പ്രൊഫഷൻ ആണ്, ഇങ്ങനെ മിങ്കിൾ ചെയ്ത് ഒരുപാട് ലേഡീസ് ആയിട്ട് മിങ്കിൾ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ കുട്ടി എന്തിനുള്ള
മിങ്കിൾ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അഴിച്ചു വിടരുത് കേട്ടോ, ഇത് അയ്യോ, പ്രശ്നമാകും. ഒരുപാട് പേര്. ആ പിന്നെ ഏട്ടന്റെ കൂടെ കളിക്കുന്നവരെന്നെ എന്നോട് പറയാറുണ്ട്, അതെ എന്തൊക്കെ പറഞ്ഞാലും നീ പ്രസിഡന്റ് ഇങ്ങനെ ഫ്രീ ആക്കി വിടരുത്, കാരണം അവർക്ക് പൊസൈനസ് ഉണ്ട്. അതായത് ഒരാളുടെ കൂടെ കളിച്ചിട്ട് അടുത്ത ആളുടെ കൂടെ കളിക്കുമ്പോ ഇയാൾ എന്റെ അടുത്ത് വന്ന് പറയും, അത് ശരിയല്ല കേട്ടോ, എന്റെ കൂടെ കളിക്കുന്ന പോലെയല്ല, അയാളുടെ കൂടെ കളിക്കുമ്പോ നീ ഒന്ന് സൂക്ഷിക്കും. ഞാൻ പറയും, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസൈനസ് നിങ്ങളായ പറയും, എന്തിനാ എന്റെ നെഞ്ചത്തോട്ട് വരുന്നത്? അങ്ങനെ എല്ലാരും ലൈക്ക് കുറെ പേര് പറയും. ഇതൊന്നും ഈവൻ കമന്റ്സിലൂടെ തന്നെ ഞാൻ ഞങ്ങളുടെ വ്ളോഗിലൊക്കെ ഉണ്ടത്. ഈ കുട്ടി കുറച്ച് കഴിയുമ്പോൾ പഠിച്ചോളും, ഇതൊക്കെ ഞങ്ങളും ഞങ്ങളെ ഹസ്ബൻഡിനൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്ന ആണുങ്ങൾ പൊതുവെ പറ്റിക്കും, അങ്ങനെ കുറെ ഇതിൽ ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാനീ പറഞ്ഞു കൂട്ട് ഞാനത് ചിന്തിക്കാറില്ല. പറ്റിക്കണം എന്നുള്ളവർക്ക് നമ്മളിനി എന്തൊക്കെ സ്ട്രോങ് ആയാലും നമ്മളെ പറ്റിക്കാം, എത്ര നമ്മൾ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവര് പറ്റിക്കണം വിചാരിച്ച് നമ്മളെ പറ്റിക്കും. അപ്പൊ നമ്മൾ വെറുതെ അതിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. വൺസ് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അപ്പൊ റിയാക്ട് ചെയ്യാം, അതുവരെ ഇങ്ങനെ പോട്ടെ, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് 11 വർഷം 11 വർഷം പോയത്. ഇതുവരെ നിലവിൽ എനിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള കുറ്റങ്ങളൊന്നും ആള് ചെയ്തിട്ടില്ല. ഞാൻ അറസ്റ്റ് ചെയ്യാനുള്ള കുറ്റങ്ങളൊന്നും ആള് ചെയ്യാത്തോണ്ട് കുഴപ്പമില്ല. കുറച്ചധികം മറ്റേ പറഞ്ഞതിരി ഇട കുറച്ചൊക്കെ വിവാദങ്ങൾ വന്നല്ലോ, കുറച്ചധികം. അതെ, ഞാൻ പിന്നെ ഒന്ന് ചുരുക്കി പറഞ്ഞതാ. അവര് എന്റെ അവിടെയുള്ള കുട്ടികളൊക്കെ എവിടെയും ഫ്രണ്ടാ. ഓക്കെ, അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മള് ഫാമിലി ആയിട്ട് കണക്ഷനുള്ള എല്ലാരും. എങ്ങനെ അപ്പൊ അത് ഫാമിലി ലൈഫിൽ അതെങ്ങനെ മാനേജ് ചെയ്തു പോയി ആ ഒരു വിവാദങ്ങളൊക്കെ? ആള് ഫുൾ സപ്പോർട്ട്? അല്ല, അവർക്ക് ആര്യമോളെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അവരെല്ലാരും ആര്യമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അവര് കൂടെ എല്ലാരും ഭയങ്കര അടിപൊളി. നമ്മള് പൊതുവെ നമ്മള് കേൾക്കാറില്ലെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ, ലൈഫിൽ ഒരു പെൺകുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ തന്നെ വളരെ പാടുപെടുന്ന ആൺകുട്ടികളാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിറയെ പെൺകുട്ടികളെ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അവരെയൊക്കെ? അത് ഭയങ്കര നല്ല ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞാല് ഭയങ്കര അത് എനിക്കേ പറ്റൂ എന്നുള്ള എനിക്ക് നല്ല ബോധമുണ്ട്. എന്നോട് അവിടെ ഉള്ള ഗേൾസ് എല്ലാവരും അത് പറയും. കുറെ ആൾക്കാര് പാരന്റ്സ് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ ആ ഒരു സ്പേസ്, ഞാനൊരു എന്താ പറയാ, സ്പേസ് എല്ലാവർക്കും കൊടുക്കും. പക്ഷെ കൊടുക്കുന്ന സ്നേഹം കറക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതില് കള്ളത്തരം കാണിക്കാറില്ല. ഇല്ല. അപ്പൊ പിന്നെ അത് കൊടുക്കുന്ന പ്യൂർ ആയതുകൊണ്ട് അവരൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യും. അത് സ്നേഹം പ്യൂറായിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോ എല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണല്ലേ മോള്? ആയിരിക്കാം. അല്ല, ഞാൻ എന്താ വെച്ചാ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാരോടും ഒരേ ആറ്റിറ്റ്യൂഡാ കാണിക്കുക. കുട്ടികളായാലും വലിയ ആൾക്കാരായാലും, അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒക്കെ. ഇപ്പൊ നിങ്ങൾ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചു, മോളെ വായിരിക്കും മോളെ, ഇങ്ങനെ മോളെന്ന് വിളിക്കില്ല അവർക്ക്. എന്നോടൊന്നും ഞാൻ ശീലിച്ചു പോയി അതിന്റെ പ്രശ്നം. അങ്ങനെയാണ്. അതേമാതിരി ഇനിയിപ്പോ ഭയങ്കര ഇപ്പൊ ലാലേട്ടനെ നമ്മളെല്ലാവരും ലാലേട്ടന്ന് വിളിക്കില്ല, അതുപോലെ പ്രജേട്ടൻ എല്ലാരും കേളി മോളെ മോനെന്ന് വിളിക്കുന്നോണ്ട് എല്ലാരും ഒരേ തരത്തിൽ കാണുന്നുണ്ട്. ഒരാളെ ഒക്കെ ഇച്ചിരി കൂടുതൽ കാണുമ്പോഴാണ് അവിടെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവുക. മക്കളെ അമ്മമാരെയും അമ്മമാരെയൊക്കെ മറ്റേതും പറയില്ല, എന്താ അയലത്തെ അദ്ദേഹത്തെ സിദ്ധിക്കോ അതിൽ ആ മൂവി ഉണ്ടല്ലേ, മോളെ മോളെ എനിക്ക് വന്നിട്ടില്ല. അതെനിക്ക് നല്ലോണം ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇങ്ങനെ വരുന്ന ഞാൻ ഇങ്ങനെ മോളെ എന്നൊക്കെ വിളിക്കുമ്പോഴേ, ഞാൻ ചെറുപ്പം തൊട്ട് കല്യാണം കഴിച്ച സമയത്ത് അരിമോളെ എന്നാണ് വിളിച്ചത്. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണ്? ഒന്നുമില്ല, ഇതേമാതിരി എന്റെ സിസ്റ്റർ കല്യാണത്തിന് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്തു. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ബ്രദറിന്റെ ഫാമിലി ആണെന്നാ ഞാൻ വിചാരിച്ചത്, ജർമ്മനിയിൽ നിന്ന് വന്ന ആളാന്നൊക്കെ ഞാൻ വിചാരിച്ചത്. എന്റെ അമ്മ മോൻ ജർമ്മനിയിലായിരുന്നു ആ ടൈമില്. ആളുടെ ഫ്രണ്ടാന്നൊക്കെ കരുതിയാണ്, അങ്ങനത്തെ ഒരു ലുക്കൊക്കെ ആയിരുന്നു ആ ടൈമില്. പക്ഷെ പിന്നെ മനസ്സിലായി ഞാൻ ഫണ്ണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ജർമ്മൻ ഷെപ്പേർഡാന്ന് കരുതിയാ മുട്ടിയത്, പക്ഷെ നാട്ടിലെ അൽസേഷനാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാക്കി പിന്നെ പ്രപ്പോസ് ചെയ്ത് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങൾക്കുള്ള കണ്ടന്റ് കേട്ടോ, സാധനം കിട്ടി. അതായിരുന്നു കഥ, അത്രേ ഉള്ളൂ. ഓക്കെ, അതില് വീട്ടിൽ പൊക്കി, അപ്പൊ വേറെ നിവർത്തിയില്ല, ചാടി. ഓക്കെ, അങ്ങനെ ചാടി പിന്നെ സക്സസ്ഫുൾ ആയിട്ട് 11 വർഷമായിട്ട് വീട്ടുകാരൊക്കെ ആയിട്ട് ഓ സെറ്റ്. ഇപ്പൊ എന്നെക്കാളും വലുത് പ്രചേരണ. അതാണ് ഞങ്ങൾക്ക് ജർമ്മൻ ഷെപ്പേർഡ് മതിയെന്ന്. അതായത് എന്റെ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ, അമ്മയ്ക്ക് ഭയങ്കര മോൻ എന്റെ ഗ്രാൻഡ്മ എല്ലാവർക്കും പ്രചേരണ ഭയങ്കര. ഇങ്ങനെ എല്ലാരും ഭയങ്കരമായിട്ട് ഇതായിട്ട് വർത്താനൊക്കെ പറയല്ലോ, അമ്മേ അമ്മൂമ്മേ ആയതുകൊണ്ട് കെയറിങ് ഏട്ടായി.
അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അല്ലല്ല വെള ഫാമിലി മോഞ്ഞേ എന്ന് പറഞ്ഞ് വരൂ. പിന്നെ ഞാന് അങ്ങനെ നിക്കണ അല്ലേ? ഇവിടെ തന്നെയാണ്. അതെ, ഇവിടെ തന്നെയാണ്, കോഴിക്കോട് തന്നെയാണോ? ഓ അതെ. അല്ല, എന്റെ അമ്മ, എന്റെ വീട് പാലക്കാടാണ് ആക്ച്വലി. ഒരു 8 months ബാക്ക് എന്റെ അച്ഛൻ മരിച്ചു. അപ്പൊ ഇപ്പൊ ഗ്രാൻഡ് ഇവിടെ, അമ്മയുടെ വീട് കോഴിക്കോടാ. അപ്പൊ അമ്മ അനിയത്തി ഇപ്പൊ അമ്മമ്മയുടെ കൂടെ ഉണ്ട്. അമ്മമ്മയുടെ കൂടെ ഉണ്ട്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുമാണ് ഇവിടെ. നിങ്ങൾ രണ്ടുപേരും. എങ്ങനെയാണ് അതിന് ഈ ഒരു ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങാന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത്? ഡാൻസ് ഇല്ല, അതും കുറെ പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങനെ എന്താ പറയാ, സ്കൂളിൽ പഠിക്കാൻ തീരെ പഠിക്കണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ പഠിക്കാൻ ഭയങ്കര ഒന്നും പഠിക്കണ്ടായിരുന്നില്ല. 5ാം ക്ലാസ്സിലൊക്കെ തോറ്റാണ്. 5ാം ക്ലാസ്സിൽ ഒരു കൊല്ലം. നീ ചൊല്ലവേ ഇല്ലേ? അലിയ UKG തോറ്റു. അതാണ് ഞാൻ ഫെയിലായ കേസൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ പഠിത്തത്തിനോട് താല്പര്യം കുറഞ്ഞു. അന്നേ കോളേജിൽ ഡാൻസ് ഒക്കെ ചെയ്ത് എല്ലാവരും ഇംപ്രസ് ചെയ്യുന്ന ഒരു ടൈപ്പായിരുന്നു. അങ്ങനെ കോളേജ് ലൈഫ് ഏകദേശം 3G ആയി. പിന്നെ പഠിത്തം നിർത്തി ഇറങ്ങി. സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഡിഗ്രി ഒന്നും നടക്കില്ല. ഇല്ല, ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ബാക്കിയൊക്കെ പഠിക്കുമ്പോ എല്ലാരും എന്റെ പീന്റെ അടുത്ത് തന്നെ എലമെനോ പി എന്ന് പറയുമ്പോ ഓല് ആരും ഉണ്ടായിരുന്നില്ല. എന്നില് നിതിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി. അല്ല, നിതിൻ നല്ലോണം പഠിക്കുന്നു. അവന്റെ ആൻസർ ഷീറ്റ് ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പത്തെ എക്സാം എങ്ങനെ അറിയില്ല, അന്ന് അങ്ങനെയായിരുന്നു. അപ്പൊ അന്ന് അങ്ങനെ എടുത്തപ്പോ അവൻ നന്നായി പഠിപ്പിക്കും. അവനൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ തരുമായിരുന്നു. പിന്നെ ഇല്ല, പിന്നെ ഡിഗ്രി പഠിക്കുമ്പോ ആരും പഠിക്കാത്ത കുട്ടികള്. പിന്നെ ഡിഗ്രി പോയില്ല, എക്സാം എഴുതി വെറുതെ. ഡാൻസ് അതൊരു കഴിവായിട്ട് കാണുന്നില്ല. ഇങ്ങനെ അന്നത് അടിപൊളിയായിരുന്നു. മീൻസ് ചില ലെവലിൽ നോക്കുമ്പോ കോളേജിലൊക്കെ ഷൈൻ ചെയ്യാന്നേ ഉള്ളൂ. പക്ഷെ നാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അത് ഡാൻസ് കളിച്ച് നടക്കാന്നൊക്കെ പറഞ്ഞു. ഭയങ്കര പാട്ട് പോലെ അല്ലല്ലോടാ, ഡാൻസിന് ഒരു വിലയില്ലാത്ത കാലമായിരുന്നു ആ ടൈമിലൊക്കെ. വെറും ഒരു ഡാൻസ് കളിക്കാരെന്നുള്ള രീതിയിൽ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ട ഒരു ടൈം. അതുകൊണ്ടായിരുന്നു വീട്ടിലും സമ്മതിക്കാതിരുന്നത്. ആണ് അവരെ കെട്ടിയിട്ട് തുള്ളി കൊണ്ട് നടന്ന ജീവിതം കളിക്കാനാണ്. ഇവള് നല്ല പഠിക്കായിരുന്നു. ഇവള് ICSE സിലബസ് ഒക്കെ പഠിച്ചത്. നല്ല പഠിക്കും, ക്ലാസ് ടോപ്പർ ഒക്കെ ആയിരുന്നു. പക്ഷെ അത്രയൊന്നും ഇല്ല. എന്റെ ക്ലാസ് ടോപ്പർ കേൾക്കണ്ട. അവള് ഏത് സമയത്ത് ഞാൻ നടക്കണ്ടായിരുന്നു. ഇങ്ങോട്ടില്ല. അതായിരുന്നു ഞാൻ 5th വരെ സ്കൂളിൽ മാറി. അപ്പൊ ഈ ഡാൻസ് സ്റ്റുഡിയോയിൽ ഇപ്പം ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂല് കണ്ടു, അമ്മ മോനെയും കൊണ്ട് വന്ന് പഠിപ്പിക്കാൻ വന്നിട്ട് സാറിന്റെ ലുക്ക് കണ്ട് അമ്മ ജോയിൻ ചെയ്തു എന്നുള്ളത്. സ്റ്റോറി. അങ്ങനെ വേറെ സ്റ്റോറി. ഷാലു പ്രജിൻ ഇവരെ പേരാണ് പൊതുവെ ഇപ്പൊ നമ്മുടെ റീൽസിലൊക്കെ എപ്പോഴും മെയിൻ ആയിട്ട്. അല്ല, അങ്ങനെ തന്നെയായിരുന്നു. അവള് മോനെ ജോയിൻ ചെയ്യിക്കാൻ വന്നതാ. അവൾക്ക് തീരെ ഇഷ്ടമായില്ല പ്രജിനെ. എന്ത് ചെക്കനാ അത്, മുടിയൊക്കെ വളർത്തി എന്തോ ഒരു കോലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ അത് ശരിയാവില്ല രാജോട്ടാ, റെഡി ആവില്ല പറഞ്ഞപ്പോ രാജോട്ടാണ് നിർബന്ധിച്ച് ഒരു പണ്ട് ട്രയല് നോക്ക് അവനെ വെച്ചിട്ട് അവനെ ഓക്കെ ആയില്ലെങ്കിൽ നിർത്തിക്കോന്ന് പറഞ്ഞു. അവസാനം എന്തായി, അവൻ ഓക്കെ ആയിരുന്നില്ല. അവളവിടെ ജോയിൻ ചെയ്ത് ഇപ്പൊ അവള് ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുണ്ട്. രാജോട്ട് ഇടയ്ക്ക് എന്നോട് പറയാം, എനിക്ക് മാറ്റി പറഞ്ഞ മതിയായിരുന്നു എന്നുള്ളത്. തോന്നുന്നു എനിക്കറിയുന്ന സ്റ്റോറി ശാലുവിന്റെ. വേറെ എങ്ങനെ ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കുട്ടികളെ ചേർത്ത് അവരും പാരന്റ്സ് ഒരുമിച്ച് ചേർന്നിട്ടുള്ളുണ്ട്. പിന്നെ അങ്ങനെ ആരും ഇല്ല അല്ലെ? പിന്നെ എല്ലാരും അങ്ങനെ തന്നെ. വെറുതെ കുറെ കമന്റ് ബോക്സിൽ ഓവർ ആക്കണോ അതിന് മാത്രം. അല്ലല്ല, അതൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. നല്ല രസാണ്. പെട്ടെന്ന് കിട്ടുന്ന ഹൈപ്പല്ലടാ നമ്മള്. എനിക്ക് തോന്നുന്നു ഒരു 2-3 കൊല്ലമായിട്ടേ ഉള്ളൂ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒറ്റ രാത്രി കൊണ്ട് ഒരു റീൽ വൈറലായിട്ട് ഞാൻ മതിമുഖി മാലതി ചെയ്തപ്പോ അപ്പൊ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഹൈപ്പിൽ അത് നല്ല ആസ്വദിച്ചു. നല്ല സന്തോഷമാണ് എപ്പോഴും. എക്സ്പെക്ട് ചെയ്തിരുന്നു ആ റീൽ ഇട്ടപ്പോ? നെവർ. ഇല്ല. പക്ഷെ തുടക്കം തൊട്ട് റീല് ചെയ്യുമ്പോ അത്യാവശ്യം വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ പെട്ടെന്ന് ഒരു ഡൗൺ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല. എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് വീഡിയോ തന്നെ എനിക്കൊരു 7,000 വ്യൂവേഴ്സ് ഒക്കെ എന്നെ സംബന്ധിച്ച് അത് വലുതായിരുന്നു. ഫസ്റ്റ് വീഡിയോക്കൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു 7,000. പിന്നെ
10,000 ഒക്കെ ആയപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാണെന്നറിയോ? ഇന്ന് എന്നോട് പറഞ്ഞാണേ 2 മണിക്കൂർ കൊണ്ട് 1 million ആയുള്ളൂ. സാധാരണഗതി ഇന്നിപ്പോ ഇന്നായിട്ട് അപ്ലോഡ് 3 ദിവസത്തിന്റെ ഗ്യാപ്പിൽ അപ്ലോഡ് ചെയ്ത് ഇൻസ്റ്റയിൽ 3 million അടുത്ത് എന്തോ അപ്ലോഡ് ചെയ്ത് 2 hours കൊണ്ട് 1 million ആയി. ഇപ്പൊ ഇന്ന് രാവിലെ എന്നോട് പറയാം ആ 1 million അവിടെ നിന്നു, പിന്നെ കേറിയില്ല. ഇന്ന് രാവിലെ നടന്ന സമസ്യ 1 million ഒക്കെ കണ്ട് നിങ്ങൾക്ക് മതിയായി. എപ്പൊ 1 million ഒന്നും പോരാന്നുള്ള അങ്ങനെയൊന്നുമില്ലടോ. ഞാൻ അതല്ലേ അത് പെട്ടെന്ന് 1 million കയറിയിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റെക്ക് ആയി പോയി. പിന്നെ കേറുന്നില്ല, അതിൽ ടെൻഷൻ ആയി പോയി. പ്രജിന് കുറെ കൂട്ടുകാരുണ്ടാവുമല്ലോ, അപ്പൊ ഇവരെ ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ എനിക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ജോലി അവിടെ എത്താൻ, ഞാൻ വെറുതെ ശമ്പളം ഇല്ലെങ്കിലും നിന്നോളാന്നൊക്കെ പറയാറുണ്ടോ? ഞാൻ ഇനിയിപ്പൊ അവർക്ക് പൈസ ഇല്ലെങ്കിലും എന്റെ കൂടെ നിൽക്കാൻ അവർക്ക് അവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമാണ് അല്ലേ അരിമോളെ? അല്ല, അതിലെന്താ സത്യം എന്നറിയോ? കൂട്ടുകാരില്ല, ഒള്ളി കൂട്ടുകാരികൾ. ഇത് ബോയ്സ് കുറവാ, ബോയ്സ് കുറവാന്നല്ല, ആകെ ഒരു ഷിബു നമ്മുടെ ഫീല്. രണ്ടുപേരെ ഉള്ളത് ഫീലും. ഇവരുടെ ഒരു സുംബയില് ഡാൻസിലൊക്കെ ആയിട്ട് വരുന്നവരാണോ? ഇടയ്ക്കൊക്കെ വരും. ഷോസ് നടക്കാറുണ്ടോ? അത് ഒരുപാടുണ്ട്. അതിപ്പോ എങ്ങനെ നോക്കിയാലും മാസം ഒരു പുറത്തൊക്കെ പോയിട്ട് ഷോക്ക്. പക്ഷെ അത് വേണ്ട ഇഷ്ടമല്ല, ട്രാവൽ ചെയ്യാനൊന്നും ഇഷ്ടമല്ല. നമ്മുടെ കാലിക്കറ്റ് അങ്ങോട്ട് വിട്ടുകയറുന്ന ടാസ്ക് ആണ്. നിങ്ങൾ എവിടെ? എറണാകുളം. കുറച്ച് ദിവസം കമ്പാരിസൺ ഇല്ല കൊച്ചിയൊന്നും. ഞാൻ കൊച്ചി മെട്രോ ലൈഫ് അതൊക്കെ പ്രചേണ്ടതിൽ വെച്ചാൽ ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ ഒരു കാമൻ ക്വൈറ്റ് അന്തരീക്ഷം, പിന്നെ ആളുകളുടെ ഒരു ഇവിടെ എല്ലാരും കാണുമ്പോഴേക്ക് എന്തൊക്കെയാട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതല്ലേ. ആ ഒരു ബിസി ലൈഫ് അല്ല ഇവിടെ ആക്ച്വലി. ഇപ്പഴാ പിന്നെയും മാറി വരുന്നത് കുറച്ചെങ്കിലും. കാലിക്കറ്റിന്റെ റേഞ്ച് ഒരു സ്ഥലത്ത് നിങ്ങൾ ഇവിടെ കുറച്ച് ദിവസം ഇവിടുത്തെ ആൾക്കാർ, ഓട്ടോ ചേട്ടന്മാർ, ഉപ്പിലിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലും എന്തോരം കോഴിക്കോടിന്റെ ഫുഡ് തരുന്നതും ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്നതും എന്തൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നറിയാം. എല്ലാവർക്കും ഭയങ്കര ലവിങ് ആണ് എല്ലാരും. ശരിക്കും ആ ഒരു സ്റ്റുഡിയോ കോഴിക്കോട് തുടങ്ങാനുള്ള റീസൺ എവിടേക്ക് ഞാൻ പോവില്ല. യൂഷ്വലി നമ്മൾ തിങ്ക് ചെയ്യാ കൊച്ചി പോലുള്ള ഒരു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെയല്ലേ നമ്മൾ ആദ്യം വിചാരിക്കാം. കാലിക്കറ്റ് തന്നെയാ ബേസ്. ഇനിയിപ്പോ ഇത്ര എന്തുണ്ടെങ്കിലും എങ്ങനെ വന്നാലും കാലിക്കറ്റ് എനിക്കൊരു ശ്വാസം മുട്ടലാ ഇവിടുന്ന് അങ്ങോട്ട് മാറിക്കുമ്പോ. ഞാൻ ഇതിന്റെ മുന്നേ ഒരു സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളി എന്ന് പറഞ്ഞാൽ റിലീസ് ആവാൻ പോവാ. അപ്പോ അവിടെ ഒരു 25-30 ദിവസം ഷൂട്ടിന് പോയപ്പോ തന്നെ ഒരു സഫക്കേഷൻ. പക്ഷെ അവിടെ ആ മൂവിനോടുള്ള പ്രൊഫഷണലിസം വെച്ച് നോക്കുമ്പോ അവിടെ ഫുൾ അത് പക്കയായിട്ട് നിന്നു. പക്ഷെ രാത്രി ഇങ്ങോട്ട് കിടക്കാൻ നേരത്തെ ഒരു പെടച്ചില്ല. ചില ഡയറക്ടേഴ്സ് ഒക്കെ വിളിച്ചിട്ട് പറയുമായിരുന്നു പ്രജന്റെ അടുത്ത്, പ്രജൻ കൊച്ചിയിൽ വന്ന് സെറ്റിൽ ആവൂ, കാരണം ഈ കാലിക്കറ്റ് ലൊക്കേഷൻ പ്രശ്നമാണ്. മൂവി ഇൻഡസ്ട്രി ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടല്ലോ, അവിടെ ഒരുപാടുണ്ട്. ഇവിടെ ആവുമ്പോ ഓപ്പർച്യൂണിറ്റീസ് കുറയുന്ന ഇങ്ങനെ പറയും. പക്ഷെ ഏട്ടൻ പറഞ്ഞ കുറച്ച് കുറഞ്ഞാലും ഞങ്ങള് തന്നെ കൊച്ചിയിൽ ഇന്റർവ്യൂ എടുക്കാൻ ഇവിടെ സത്യം നമ്മൾ അവിടെയാണെങ്കിൽ നിങ്ങളുടെ ചാനലാ ഫസ്റ്റ് തന്നെ എനിക്കൊരു ഇന്റർവ്യൂ കിട്ടി. ആ സമയത്ത് കുറേ മുന്നേ ആ സമയത്തുള്ള ഇന്റർവ്യൂ നല്ല വൈറൽ ആയിരുന്നു. ഞാൻ കാരണല്ല, ഫുക്രു ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് നോക്കട്ടെ. ഞാൻ ആദ്യം ആര്യനോട് ചോദിക്കാം. ഓക്കെ ആര്യ, പ്രജന്റ് ലൈഫിലെ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിരിക്കുന്ന ഒരു മൊമെന്റ് ഏതാ? ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ട് കെട്ടണോ വേണ്ടയോ എന്നുള്ളൊരു മൊമെന്റ് തോന്നുന്നുണ്ട്. അല്ലാത്ത എല്ലാ മൊമെന്റിലും പ്രജന്റ് ഒറ്റ തീരുമാനമുള്ളൂ. ഞാൻ വേറൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് 22 വയസ്സ് 23 വയസ്സ് ആലോചിക്കണം. ഒരു ജോലിയും കൂലിയും ഇല്ല, ഒരു തേങ്ങ ഇല്ലാതെ നിൽക്കുന്ന എനിക്ക് എനിക്ക് വീട്ടിൽ നിന്നുള്ള പ്രഷർസ് മീൻസ് വീട്ടില് അച്ഛനെ അമ്മനെ പേടിച്ച് ഞാൻ ചാടിയതാ. ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞ എന്നെ എങ്ങനെയും കെട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ സേഫ് ആക്കി വെക്കണം, എനിക്കിനി വീട്ടിൽ പോകാൻ പേടിയാവാൻ. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു വീട്ടില്. അപ്പൊ പ്രജേട്ട ആകെ അയ്യോ മോളെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ, അതായത് എന്നെ ഒഴിവാക്കിയാൽ ഞാൻ ചാവും, ഒഴിവാക്കിയില്ലെങ്കിൽ ഒഴിവാക്കിയില്ലെങ്കിൽ പ്രജേട്ട അമ്മേനടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, ആളെ കൊടുക്കുന്നൊക്കെ അച്ഛനെക്കാളും സ്ട്രോങ് അമ്മയാണ്. അച്ഛൻ പിന്നെ നമ്മുടെ പെമ്പിളാർക്ക് അച്ഛന്മാര് കുറച്ചുകൂടെ മീൻസ്
ഈ കാര്യങ്ങളിലാണെങ്കിൽ അച്ഛനായിട്ടാണ് എനിക്ക് ഇച്ചിരി പോകണം. അമ്മ ഭയങ്കരമായിരുന്നു. അപ്പൊ എനിക്ക് അമ്മനെ പേടിയായിട്ട് ഞാൻ ഒരു രക്ഷയില്ല, ഞാൻ മുള്ളേല് നിന്ന്. അന്ന് പ്രജയുടെ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. ശരിക്കും 17 18 കയറുന്ന സമയത്തല്ലേ? ഉള്ളൂ. ഓക്കെ ഓക്കെ. ആ 2 മാസം ഉണ്ടല്ലോ. അല്ല കേസാണ് ചോദിച്ചല്ലോ. 2 മാസം ഉള്ളൂ 18 ആവാൻ. പിന്നെ ഒന്നും പേടിക്കാനില്ല, മറ്റേ നമുക്ക് പ്രായപൂർത്തിയായി. ഞാൻ കറക്റ്റ് ആയിട്ട് നിന്ന് അവസാനം ആള് സമ്മതിച്ചു. അതായിരുന്നു ഞാൻ കണ്ടതിൽ വെച്ച് 11 കൊല്ലത്തിൽ കൺഫ്യൂഷൻ അതേ ഉണ്ടായിട്ടുള്ളൂ. അന്ന് ജോലിയും ഒന്നുമില്ലടോ. ഒരു സുപ്രഭാതത്തില് പെട്ടെന്ന് ഇപ്പോൾ അറിയാ ഇപ്പോഴാണ് കല്യാണം തുടങ്ങി. ഡാഡി ആണെങ്കിൽ അന്ന് പേരും പന്തലൊക്കെ കെട്ടി ഒരാഗ്രഹം ഉണ്ടായിരുന്നു. മൂത്ത മോനല്ലേ, അപ്പൊ അച്ഛന്മാർക്ക് പൊതുവെ ഉണ്ടാവല്ലോ ആദ്യത്തെ മോന്റെ കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്തണം. അതൊക്കെ ആ മോഹങ്ങളൊക്കെ ഒറ്റയടിക്ക് ഇതാക്കിട്ടാ ഞാൻ കയറി. വീട്ടിൽ നിന്ന് എനിക്ക് ഡാഡി ഇപ്പുറത്തുനിന്ന് അമ്മേനെ ചീത്ത പറയണ, അമ്മ ഇപ്പുറത്തുനിന്ന് ഇന്നെ ഉപദേശിക്കാൻ നോക്കണ. അപ്പൊ ഭയങ്കര നിർത്തിയിട്ടാ അതോ അതിനു മുമ്പാ? അല്ലല്ല, അവരെ കണ്ണിലും എന്റെ കല്യാണം ഇപ്പൊ നടക്കുന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ആര്യമോള് വന്നപ്പോ എനിക്കാണെങ്കിൽ ഇവളുടെ അടുത്ത് നോ പറയാനും പറ്റുന്നില്ല, കൺഫ്യൂസ് ആയി. പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്നോട് മീൻസ് ഡാഡി അമ്മയൊന്നും എന്റെ അടുത്ത് ഒരു ഇതും കാണിച്ചിട്ടില്ല. എന്നെ അന്ന് അവർക്ക് ഞങ്ങള് എടാ എന്നെ ഫസ്റ്റ് ആയിട്ട് കാണല്ല. ആക്ച്വലി ഞങ്ങൾ ഫാമിലി ആയിട്ട് ബന്ധമുണ്ട്. മുന്നേ ഞാൻ പ്രസിഡന്റ് അച്ഛനെ ഞാൻ പാപ്പാന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കല്യാണത്തിനൊക്കെ പോയി ഡാൻസ് ഒക്കെ കളിച്ചു. അവിടുന്ന് കിട്ടി ഒരു റൂമിനുള്ളിലേക്കാണ് കൂട്ടിക്കൊണ്ടേ കിട്ടി. എനിക്കൊന്നും അതേ ഉള്ളൂ കൺഫ്യൂസ്ഡ്. പിന്നെ ഒക്കെ പ്രജന്റ് ഒറ്റ മൈൻഡാ. ഏട്ടൻ അങ്ങോട്ട് തീരുമാനിക്കും, അങ്ങോട്ട് ചെയ്യും. പിന്നെ ബാക്കി ഞാൻ അനുഭവിച്ചോളാം. എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഏട്ടന് ബാധിക്കുന്ന കാര്യമില്ല. എന്താ ഇങ്ങനെ ടോപ്പൊക്കെ അവിടെ കൊണ്ടുപോയിട്ടു. അതെന്താന്ന് വെച്ചാ തല്ലുംപടി ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനോട് ആവുന്ന പറഞ്ഞ നിങ്ങളിപ്പോ പടം ചെയ്യണ്ട, നമ്മളൊന്ന് സെറ്റിലായിട്ട് ഇപ്പൊ ചെയ്യണ്ട. കാരണം അന്ന് നമ്മളൊന്ന് ലെവലായി സേവിങ്സ് ഒക്കെ ആയി ഒരു വീടൊക്കെ വെക്കാനുള്ള പ്ലാനിൽ നിൽക്കുമ്പോഴാണ് ആ ഫണ്ട് എടുത്തിട്ട് പ്രജയുടെ വേറെയും കുറച്ച് ഫ്രണ്ട്സിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി ഏട്ടൻ മൂവി ചെയ്യുന്നത്. അന്ന് ഞാനും ഏട്ടന്റെ പാർട്ട്ണറൊക്കെ ഏട്ടനെ ഓൺ ചെയ്തു. വേണ്ട എന്നിട്ട് എന്നോട് ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു കുട്ടി കഴിഞ്ഞപ്പോ വന്നിട്ട് ആര്യമോളെ ഏട്ടൻ ഇനി എന്ത് ചെയ്യും? ഞാൻ വന്ന് രജത്തോട് എന്ത് ചെയ്യും മല്ലയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ മുന്നിൽ പൊട്ടലും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ അന്നേ ഞാൻ പറഞ്ഞു എന്താ ചെയ്യാ ആ രീതിയാ. അതുകൊണ്ട് വേറെ ഒരു കുഴപ്പമില്ല. സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇടയ്ക്ക് ഈ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞോണ്ട് കുറെ കമന്റ് വരുന്നോണ്ടാണ് മറ്റേ സീരിയലിൽ പോയിട്ട് ഒരു കൃഷ്ണൻ ചെയ്തല്ലോ നന്ദൻ. സാന്ത്വനം 2 അതില് ചെയ്ത് അതില് സാറും മാമും വിളിച്ച് പ്രൊഡ്യൂസർ മാമും ഒക്കെ വേഗം വിളിച്ച് വേഗം അങ്ങനെ ഒരു ക്യാരക്ടർ നിറപ്പ എന്ത് ചിന്തിക്കാനാ. ഗുരുവായൂരിൽ തന്നെ അങ്ങനെ ഒരു വേഷം കെട്ടാൻ പറ്റി. ഭയങ്കര ഭാഗ്യം, ഭയങ്കര ലക്കായി, സന്തോഷമായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ആ എപ്പിസോഡ് നല്ല റീച്ച് ആയിരുന്നു. നിങ്ങൾ വഴക്ക് കൂടിയാല് ഒരാൾ വഴക്ക് കൂടും, നിങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടിയാ ഇതിനെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഞാനോ ഏട്ടൻ മിണ്ടാണ്ടിരുന്ന് കളയും. അപ്പൊ എനിക്ക് സങ്കടമായിട്ട് ഞാൻ അങ്ങോട്ട് പോകും. ഞാൻ പോകും. പക്ഷെ ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് എനിക്ക് തീർക്കണം. എനിക്കടാ മിണ്ടാനും പറയാതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. തെറ്റി നിൽക്കില്ലേ, അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്തൊക്കെ വന്നാലും അടി കൂടിയാണെങ്കിലും സംസാരിച്ചാണെങ്കിലും വർത്താനം ഉണ്ടാക്കിയാണെങ്കിലും അത് തീർക്കണം. പ്രാക്ടിക്കലായി തുടങ്ങി. ഞാനല്ല ചേഞ്ച് ആയത്, അവള് നല്ല ചേഞ്ച് ആയി. ഞാൻ അതേ സിനിമ പറഞ്ഞു ഞാൻ പല്ലേക്കുന്ന ബ്രഷ് എടുത്ത് കക്കൂസ് കഴുകും, വേറൊന്നും ഞാൻ ചെയ്യാറില്ല. എക്സാമ്പിൾ പോലെ പറഞ്ഞ എന്തൊക്കെയോ ക്യാമറന്റെ മുന്നിൽ അല്ല ഇങ്ങനെ ചെയ്യാറില്ല ആൾക്കാര്. നീ റീൽസിലൊക്കെ കാണാറില്ലേ, ഫുഡില് പോയിസൺ കലക്കി കൊടുക്കുന്നു, അതുപോലൊക്കെ ചെയ്യുള്ളൂ. പ്രതികരിക്കില്ല, എന്തായാലും അടി കൂടില്ല. ഇന്നത്തെ കടിക്കുള്ളതായത് 4 മാസം എത്ര നാളെന്ന് പറഞ്ഞ അടിപൊളി 4 വർഷം. എടാ അങ്ങനെ അടി കൂടാതെ ഇതുപോലെ ഉണ്ടാവും. പക്ഷെ അതൊന്നും പണ്ടത്തെ മാതിരി സീരിയസിലേക്ക് പോവില്ല.
കുറച്ചുനേരം ഫൈറ്റ് ചെയ്യും, പിന്നെ അത് അങ്ങനെ വിടും, കഴിഞ്ഞു. അത് നമ്മുടെ പ്രായം കൂടുന്നതിന്റെ തന്നെയാ, വേറെ ഒന്നുമല്ല. പ്രായം കൂടുന്നതിന്റെ ഓരോരോ ചേഞ്ചസ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി പ്രജിന് ആര്യയുടെ ഒരു 3 ക്വസ്റ്റ്യൻസ് പറയാവേ. ആര്യ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു സിറ്റുവേഷൻ? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എന്റെ ഒരു അറ്റൻഷൻ കുറവ്, അതിൽ തന്നെയായിരിക്കും ആര്യമോള് പെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു ആര്യമോൾ അച്ഛൻ മരിച്ചിട്ടുള്ള ഒരു പെയിൻ. ഓക്കെ, എന്തൊരു ആദ്യം കല്യാണത്തിന്റെ തുടക്ക സമയത്താ? എപ്പോഴാണെങ്കിലും അവള് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാല് അങ്ങനെയാണ്. അവൾക്ക് എനിക്ക് 2 ബ്രദേഴ്സ്, അവിടെ ആൺകുട്ടികളില്ല. ഇവൾക്ക് താഴെ ഒരു അനിയത്തിയ. അപ്പോ ഞങ്ങള് മീൻസ് ഭാര്യ ഭർത്താവിനേക്കാളും കൂടുതൽ ഞങ്ങള് നല്ലൊരു ഏട്ടൻ അനിയത്തി അങ്ങനെ ഒരു സാധനം ഞങ്ങളുടെ ഇടയിൽ മോളെ എന്ന് വിളിക്കുന്നതിലും അങ്ങനെ ഒരു ബ്രദർ സിസ്റ്റർ എന്നുള്ള ഒരു സാധനമാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വർക്കൗട്ട് ആയ ഒരു അച്ഛൻ മോള്. അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളില്ല. നമ്മൾ ഈ ടിപ്പിക്കൽ, ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ടിപ്പിക്കൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സിസ്റ്റം അല്ലാതെ എന്താ പറയാ, കുറച്ച് ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാൻ പറ്റും. ഇപ്പൊ എന്തും പറയാം, എങ്ങനെയും നിക്ക, ആ ഒരു ലെവല്. എല്ലാം പറയാറില്ല, എന്നാലും എല്ലാം പറയാറുണ്ട്. ഞാൻ എല്ലാം അങ്ങനെ പറയാറില്ല. അത് പ്രജേട്ടോ, എനിക്കറിയാം. ഞാൻ എല്ലാം പറയും. എല്ലാം എന്തുണ്ടെങ്കിലും ഞാൻ ആളുടെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്ത് ആ ഫണ്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് എല്ലാം A to Z. പുറത്തു പോകുമ്പോ ഞാൻ വായ നോക്കും, ആ ചക്കം പൊളിയല്ലടാ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒക്കെ സാധനം. അത്ര കമ്പനി ഇൻസ്റ്റയിലൊക്കെ ഓരോ നോക്കി ഈ ചേട്ടൻ മഞ്ഞ ലുക്കല്ലേ കൊള്ളാം, കുഴപ്പമില്ല, അങ്ങനത്തെ ഒക്കെ ടോക്ക് ഉണ്ട് നമുക്ക്. കല്യാണം കഴിഞ്ഞ ടൈമില് ഓഫ്കോഴ്സ് നമുക്ക് താൻ നേരത്തെ ചോദിച്ച മാതിരി ആ പൊസസീവ്നെസിന്റെ പീക്ക് അത്. ആ സമയത്ത് വേറൊരു പെണ്ണിനോട് മിണ്ടുന്ന പോലും സഹിക്കാൻ പറ്റാത്തൊരു സമയത്ത് പെട്ടെന്ന് ആളുടെ കരിയർ ഈ ഒരു ഡാൻസ് ഫീൽഡ് ചൂസ് ചെയ്യുന്നു, ഒരു ഫീമെയിൽ പാർട്ട്ണർ വരുന്നു, ഫീമെയിൽസ് ആയിട്ടുള്ള ഇടപെടൽ കൂടുന്നു. ആ സമയത്ത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സത്യമായിട്ടും. ഞാൻ ഭയങ്കരമായിട്ട്, പിന്നെ പ്രജേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറയും, ഇതെൻ്റെ കരിയറാണ്, അത് ആ രീതിയിൽ എടുക്കാൻ നീ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്ക്. അതെല്ലാം ഇത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ കുട്ടി റോസിക്ക് എൻ്റെ പെരുമാറ്റം ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വെച്ച് ശരി കടപ്പാടം പോയി ഇനി ഒന്നും ചെയ്യല്ല, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ആൾക്ക് ഇൻസ്റ്റാഗ്രാമില് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? ഇഷ്ടം പോലെ പറഞ്ഞ ഇഷ്ടം പോലെ. എനിക്ക് ഇല്ല, ഞങ്ങൾ ഫോൺ ചെക്ക് ചെയ്യുന്ന പരിപാടി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അന്നും ഇല്ല ഇന്നും ജീവിതത്തിൽ ഒരാളും ചെയ്യാൻ പാടില്ല. എനിക്ക് പുള്ളിയുടെ പാസ്വേഡും അറിയില്ല, പുള്ളിക്ക് എന്റെ പാസ്വേഡ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്പേസ്. പിന്നെ അത് ഡെഫിനറ്റ്ലി മാരീഡ് ലൈഫിൽ ഇനിയിപ്പോ ലവ് അഫെയറിലാണെങ്കിലും അത് കൊടുക്കും. പക്ഷെ എന്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരാറുണ്ട് മെസ്സേജ്. ഇതുപോലെ ഓരോ പേര് ഏതൊക്കെയോ അക്കൗണ്ടിൽ വരും, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് കാണാൻ വേണ്ടി ശ്രമിക്കുന്നു, ആള് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഒന്ന് മെസ്സേജ് നോക്കാൻ പറയോ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ ഞാൻ പറയും ഇതേ ഇങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് ഓരോ പ്രജന്റ് പറയാം, ഇച്ചിരി പക്ഷെ നോക്കാൻ പറ്റില്ല. പ്രശ്നമാണ്, അതായത് കൊറേ കണ്ടിന്യൂസ് മെസ്സേജ് വരും, ചേട്ടൻ ഉണ്ടോ, ഉറങ്ങിയോ, അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല, ഞാൻ നോക്കുന്നില്ല. അതങ്ങനെയല്ല, എന്റെ മക്കളെ മെസ്സേജ് അയക്കാതിരിക്കരുത്. അതല്ല ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ നമ്മള് വൈഫിന്റെ മുന്നിൽ അങ്ങനെയൊക്കെ പറയുന്നത്, വൈഫിന്റെ മുന്നിൽ നമ്മൾ കുറച്ച് ഡീസന്റ് വേണം, ആ ഒരു രീതിയിലാണ്. ഇൻസ്റ്റഗ്രാം വരുന്ന ആളുകൾക്ക് വളരെ എൻ്റെ അടുത്തുനിന്ന് ഇന്നെ വിശ്വസിക്കുക, വേറൊരു എന്താ പറയാ ഒരു മെസ്സേജ് ഒന്നും അങ്ങനെ പോവില്ല. ഞാൻ അങ്ങനെ അത് ശ്രദ്ധിക്കും. നീ നല്ലോണം സൂക്ഷിച്ചോ, അതൊക്കെ നോട്ട് ചെയ്ത് പണി വരുന്നുണ്ട് അവറാച്ചെന്ന് അല്ലാതെ ഞാൻ ഓപ്പണായിട്ട് പറയില്ല. ഞാൻ നല്ലോണം ശ്രദ്ധിക്കും. എന്തെങ്കിലും വായന്ന് വീണാലേ തൊലഞ്ഞ കഥ. അന്ന് പറഞ്ഞതും ഇതും കൂടെ എടുത്ത് ഗേൾസായിട്ടുള്ള സമ്പർക്കം കൂടുതലാണ്. അപ്പൊ ഞാനങ്ങനെ കൊറേയൊക്കെ മെസ്സേജ് വരുമ്പോ എന്നെ ഞാൻ തന്നെ ചങ്ങലക്കിടല, ഒരു കൺട്രോളിങ് ഞാൻ തന്നെ വെക്കുന്ന.
ഞാനപ്പോ ഞാൻ തന്നെ ചങ്ങലക്ക് ഇടുമ്പോ അപ്പൊ ഒരു വിശ്വാസം, അപ്പൊ അങ്ങനെ ഞാൻ തളർത്തി വെച്ചതാ. അല്ലാതെ ഇഷ്ടക്കുറവില്ലാട്ടോ, എല്ലാവരും പേരും ഇഷ്ടമാണ്. അതെ, നേരത്തെ കല്യാണം കഴിച്ചാൽ റിഗ്രറ്റ് ചെയ്യുന്നില്ലല്ലോ? ഇല്ല, അതൊരു കണക്കിന് നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ അല്ല ഇപ്പൊ ഞാൻ കാരണം എന്റെ ഭാഗ്യം കൊണ്ടാണ് ഏതെങ്കിലും 2 ട്രോഫി ഉള്ള ഏതെങ്കിലും അങ്ങനെയൊക്കെ തലയിലായനെ. ഞാൻ ഇപ്പൊ കല്യാണം കഴിയുകയാണെങ്കിൽ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആരാ എന്താ എങ്ങനെയാ ഇഷ്ടാവുക എന്താന്നും അറിയില്ലല്ലോ. എല്ലാവരും പീലുള്ള എല്ലാവരും. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ, എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള ഒരു ഇതെന്താ വെച്ചാൽ, ഫീല് വരുന്ന കുറെ പേർക്ക് പ്രജയുടെ കല്യാണം കഴിഞ്ഞത് ഒരു ഗുണമായിട്ടുണ്ട്. കാരണം അവരുടെ ഫാമിലിയിൽ അവർക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ ലെവലിൽ ജീവിക്കുന്നവരാ. ബാക്കിയുള്ള കുറെ സ്റ്റുഡൻസിന്റെ ഹസ്ബൻഡ് ആയാലും അച്ഛന്മാർ അവരൊക്കെ ജീവിതം സാധാരണ വരുന്നു. ഈ ഒരു സോഷ്യൽ മീഡിയ ലൈഫായിട്ട് കണക്ഷൻ ഇല്ലാത്തവർക്ക് ഇവര് കൺവിൻസ് എങ്ങനെയാ, പ്രജൻ മാരീഡ് വൈഫായിട്ട് നന്നായി ജീവിക്കുന്ന ഒരാളല്ലേ, അപ്പൊ എന്താ പോയാല് ആ സാധനം വരുമ്പോ ഇവർക്ക് കുറെ അവിടെ പോസിറ്റീവിട്ടുണ്ട്. ആ ഒരു ഗുണം എന്നെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി പ്രൊജക്ട് പിള്ളേർ സ്റ്റുഡൻസിനൊക്കെ, സ്ത്രീ കുട്ടികൾക്കൊക്കെ. നല്ലൊരു ഫൺ മൊമെന്റ്, ഐ മീൻ കോൺവെർസേഷൻ ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ട് പോയി നമ്മുടെ ഒരു ഇത്രയും നേരം. പെട്ടെന്ന് സമയം പോയത് അറിഞ്ഞില്ല, ശരിക്കും 1 മണിക്കൂറിന് വെള്ളെന്തോ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം എന്താണെങ്കിലും പീക്ക് ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഫ്യൂച്ചറിൽ ബെസ്റ്റ് വിഷസ്. ഓക്കെ, അപ്പം പിന്നെ വീണയുടെ അടുത്തും കുഞ്ഞിന്റെ അടുത്തൊക്കെ പ്രത്യേകിച്ച് അന്വേഷണം പറയണം. കാണാൻ പറ്റിയില്ല, ആളായിരിക്കും വരാൻ. പിന്നെ ഞാൻ ആലോചിച്ച മെറ്റേണിറ്റി ലീവിന്റെ കാര്യം എന്നുള്ളത്. ഫസ്റ്റ് എന്റെ അടുത്ത് കുറെ മുന്നേ, ഞങ്ങൾ അന്ന് എയർ കയറുന്നതിന്റെ മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എടാ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ തരാൻ പറ്റും. അന്ന് പ്രസിഡന്റ് എന്തോ സ്ഥലത്തിൽ എന്തോ റീസൺ കൊണ്ട് നമുക്ക് പറ്റിയില്ലായിരുന്നില്ല. സോ കൂടിയ സീക്രം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്വേഷണം പറയാൻ കേട്ടോ. കൊച്ചിയിലേക്ക് വരുമ്പം സ്റ്റുഡിയോയിലേക്ക് വരാം ഡെഫിനറ്റ്ലി. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. 15 വർഷത്തെ വിശ്വാസം, ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.